നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ ആർട്ട് ലവേഴ്സും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് കുറച്ച് സ്പെഷ്യലാണ്. റിയാക്ടിങ് ടു മൈ ഓൾഡ് വീഡിയോസ്. നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് നമ്മളൊന്ന് എടുത്ത് നോക്കാൻ പോവാണ്. ഞാൻ നോർമലി അങ്ങനെ പഴയ വീഡിയോസൊന്നും അധികം നമ്മുടെ ചാനലിൽ എടുത്ത് കാണാറില്ല. പക്ഷെ കാണുന്ന സമയത്ത് എന്താണ് റിയാക്ഷൻ, എന്താണ് എക്സ്പീരിയൻസ് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. സോ ഇതാണ് നമ്മുടെ ചാനൽ. നമുക്ക് ആദ്യം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ ഹൗ ടു ഫൈൻഡ് ദ മിസ്റ്റേക്ക് ഇൻ യുവർ ആർട്ട് വർക്ക് എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആർട്ട് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓൾഡസ്റ്റിലോട്ട് പോയി നോക്കാം. ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കി 10 വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അമ്മയും കുഞ്ഞും പിന്നെ അച്ഛൻ്റെ തണല് പിന്നെ രാമേരി എല്ലാം മാറ്റി പറയണം. എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. ശരി, അതിനെ പറ്റുന്ന ഒരു പാട്ട്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധു പരി പൂർണ്ണേന്ദു തന്റെ നിലാവോ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര. ഞാൻ 2014 ഒരു എക്സിബിഷൻ ചെയ്തായിരുന്നു. അതെനിക്ക് അത്ര നല്ല മെമ്മറിയുള്ള എക്സിബിഷനൊന്നുമല്ല. എൻ്റെ ലൈഫിൽ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. പക്ഷേ ആ എക്സിബിഷന് സന്നിധാനന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഐഡിയ സ്റ്റാർ സിംഗർ പണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും പുള്ളിനെ. അദ്ദേഹം വന്ന ഒരു പാട്ട് പാടിയാണ് നേരത്തെ കേട്ടത്. നമ്മുടെ ചാനലിൽ നെക്സ്റ്റ് കിടക്കുന്ന വീഡിയോ എക്സിബിഷൻ റിലേറ്റഡ് തന്നെയാണ്. അന്ന് നടത്തിയ എക്സിബിഷൻ 2014 നവംബർ മാസം 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെയായിരുന്നു എക്സിബിഷൻ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് നടത്തിയ എക്സിബിഷൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ 10 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എക്സിബിഷൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെനിക്ക് അത്ര നല്ല ഓർമ്മകളല്ല. കാരണം അത് എൻ്റെ പെയിൻറ്റിങ്സ് ആയിരുന്നെങ്കിലും അതിലൊന്നിലും ഞാൻ സൈൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് വേറൊരു രീതിയിലായിരുന്നു. ആൻഡ് ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. ഞാൻ അത് ഒട്ടും ഹാപ്പി അല്ല. പക്ഷേ ആ സ്റ്റോറി പറഞ്ഞൊരു കോൺട്രവേഴ്സിലോട്ട് പോകാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് അന്നേ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ പിന്നീടാണ് ഇവിടെ കാണുന്നതൊക്കെ എൻ്റെ എക്സിബിഷനിൽ വരച്ച ചിത്രങ്ങളാണ്. പക്ഷേ പിൽക്കാലത്താണ് ഞാൻ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയത്. ഗോസ്റ്റ് പെയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കവിത പബ്ലിഷ് ചെയ്ത് വരുന്നത് ഒരാളുടെ പേരിലാണെങ്കിൽ ചിലപ്പോൾ റിയലായിട്ട് അദ്ദേഹം ആയിരിക്കില്ല എഴുതിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഗോസ്റ്റ് പെയിൻറ്റേഴ്സ് ഉണ്ട്. ചിലപ്പോൾ എല്ലാവരും എങ്ങനെയാണെന്ന് പറയുന്നില്ല സ്റ്റിൽ. പക്ഷേ നമ്മൾ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവർ ഒരുപാട് തിരക്കിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവർ സ്റ്റാഫിനെ വെച്ച്, ബാക്കിയുള്ള പാവപ്പെട്ട ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അവർ കൂലിക്ക് വരപ്പിക്കും. എന്നിട്ട് സൈൻ ഇടുന്നുണ്ടായിരിക്കും മെയിൻ ആർട്ടിസ്റ്റ് ആയിരിക്കും. അവർ ആ രീതിയിൽ എക്സിബിഷൻസ് ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ ആർട്ട് വർക്കുകൾ അവരുടെ ഇങ്ങനെ അടിമകളായിട്ടുള്ള മറ്റുള്ള പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ചെറിയൊരു കൂലി കൊടുക്കും. മറ്റേ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ്സ് ഇങ്ങനെ എക്സിബിഷൻ വെക്കാനും സെല്ല് ചെയ്യാനും അതിലൂടെ ഒരുപാട് പൈസ സമ്പാദിക്കാനും ഉള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് പലപ്പോഴും അവരുടെ ആർട്ട് വർക്കിൽ സൈൻ ഇടാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. സോ ഈ പെയിൻറ്റിങ്സിലൊന്നും എൻ്റെ സൈൻ ഇല്ല, വേറൊരു കമ്പനിയുടെ സൈനാണുള്ളത്. അപ്പോൾ ഞാനും അത്തരത്തിലൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. ബട്ട് ഐ ഫൈറ്റ്. എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. പക്ഷേ റിയാലിറ്റി മനസ്സിലായ സമയത്ത് ഞാൻ ഫൈറ്റ് ചെയ്തു. ആൻഡ് ഈ എക്സിബിഷൻ ഹാളിൽ ഞാനും ഉണ്ട്.
ഓരോ ആൾക്കാരും എക്സിബിഷൻ കാണുന്ന സമയത്ത് ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുപോയി ഓരോ പെയിൻറ്റിങ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അതിൽ ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാനും അതുവഴി ഈ വരച്ച പെയിൻറ്റിങ്സ് എല്ലാം എൻ്റെ അന്ന് പ്രൂവ് ചെയ്യാനും അന്നത്തെ പ്രായത്തിൽ ഞാൻ ശ്രമിച്ചിരുന്നു. സോ അത്രയും ദിവസം എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരുന്ന അത്രയും ദിവസം എനിക്ക് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരെ കിട്ടി, നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരെ കിട്ടി. രണ്ട് സൈഡിൽ നിൽക്കാനായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ. ഈ സ്റ്റോറി ഞാൻ ഫുള്ളായിട്ട് ഇവിടെ പറയാനോ നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ ലൈഫിലൊരു റിയാലിറ്റി ആയിരുന്നു. സോ ഈ എക്സിബിഷന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് എനിക്കൊരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആവണം. കാരണം ആർട്ട് ഫീൽഡിലോട്ട് ഫസ്റ്റ് കാലെടുത്ത് വെച്ച സമയത്ത് എൻ്റെ ലൈഫിൽ വന്നത് വലിയൊരു നെഗറ്റിവിറ്റി ആയിരുന്നു. എനിക്ക് വിജയിക്കണമെന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ ഇതിനേക്കാളും ബെസ്റ്റായിട്ട് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ലോകത്ത്. പക്ഷെ പല റീസൺ കൊണ്ട് അവരുടെ മുഖമോ അവരുടെ കഴിവോ ലോകം അറിയാതെ പോയി. എനിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഞാനിവിടെ തോറ്റു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും തോറ്റു പോകേണ്ടി വരും. സോ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതിനുശേഷമാണ് വീണ്ടും ഞാൻ ആർട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സൊക്കെ കാണുന്ന സമയത്ത് ഞാനിപ്പോൾ അതിൽ നോക്കാതെയാണ് സംസാരിച്ചത്. എനിക്കത് ആ സിറ്റുവേഷൻസ് ഒന്നും ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ പെയിൻറ്റിങ്സൊക്കെ എന്തൊക്കെയാണ് വരച്ചതെന്നും അതിലെന്തൊക്കെയാണ് തീം ഉൾപ്പെടുത്തിയതെന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത് നമ്മളൊരു സീരീസ് ഓഫ് തീമിലാണ് വരച്ചിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു തീം ബേസ്ഡാണ് വരച്ചിരിക്കുന്നത്. ടോട്ടൽ 50ഓളം ചിത്രങ്ങളുണ്ട്, 50ലധികം ചിത്രങ്ങളുണ്ടായിരുന്നു. കുറച്ച് ചിത്രങ്ങൾ മാത്രമേ എക്സിബിഷന് വെച്ചിരുന്നുള്ളൂ നമ്മൾ. ഇതാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്ന രണ്ടാമത്തെ വീഡിയോ. ഈ വീഡിയോ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. സോ ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ള കാര്യം, നിങ്ങൾ ആർട്ട് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ തോറ്റു കൊടുക്കാതിരിക്കുക. ശരിക്കും നിങ്ങളുടെ പെയിൻറ്റിങ്സ് മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും, നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് എടുക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, എൻ്റെ പെയിൻറ്റിങ്സിൽ ആ സമയത്ത് എൻ്റെ സൈൻ ഇടാൻ എനിക്ക് സാധിച്ചില്ല. വേറൊരു കമ്പനിയുടെ സൈൻ ഇട്ടെ അവരുടേതായ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തു, അതിൻ്റെ ബെനിഫിറ്റ് അവരെടുത്തു. പക്ഷേ ആ പെയിൻറ്റിങ് വരച്ചത് ഞാനാണെങ്കിൽ എനിക്ക് ഇനിയും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നെക്സ്റ്റ് കാണുന്ന വീണ്ടും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തത്. ആൻഡ് ആർട്ടിൽ അറിയപ്പെടുന്ന ഒരു ചാനലായിട്ട് നമ്മൾ മാറിയേ. സോ അടുത്ത വീഡിയോയും കൂടി ഷെയർ ചെയ്തിട്ട് ഇന്നത്തെ ഈ റിയാക്ഷൻ ഞാൻ അവസാനിപ്പിക്കാം. കുറച്ച് സീരിയസ് ആയി പോയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതെൻ്റെ ഓർമ്മകളാണ്, എൻ്റെ റിയാലിറ്റിയാണ്, ഞാൻ ഫൈറ്റ് ചെയ്ത് വന്ന സിറ്റുവേഷനാണ്. 2014 വാസ് എ ടഫ് ഇയർ ഫോർ മീ. എനിക്ക് അത്രയും നല്ല ഇയർ ആയിരുന്നില്ല. അടുത്ത വീഡിയോ 8 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, ഞാനത് ഹൈഡാക്കി റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ ബാക്ക് ടു ആർട്ട് ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അവിടെ ഞാൻ ചെയ്ത കാര്യം എൻ്റെ സ്കില്ല് പ്രകടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നല്ല പെയിൻറ്റിങ് വരയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഗോള്. അപ്പം അങ്ങനെ ചെയ്ത ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. അക്രലിക് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ സ്കില്ലും എൻ്റെ എക്സ്പെർട്ടൈസൊക്കെ ഇരിക്കുന്ന അക്രലിക് പെയിൻറ്റിങ്സിലാണ്. സോ അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത്. സോ എനിക്ക് സ്പീഡിൽ അക്രലിക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ആർട്ട്. ഇത്തരത്തിൽ ഒരു വീഡിയോ വരയ്ക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സമയത്ത്, 8 വർഷം മുമ്പാണ്. സോ അത് പക്ഷേ നല്ല നീറ്റായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒറ്റ ടേക്കിൽ തന്നെ ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചു. ഇത് റെഫറൻസ് ഇല്ലാതെയാണ് വരയ്ക്കുന്നത്. ഒരാളുടെ മുഖം മനസ്സിൽ കണ്ട് ഇത് കണ്ടോ, ഗ്രോസ് വാർഡർ ഓഫ് ദ ഗാലക്സി. ഗ്രോസ് വാർഡർ എന്ന് പറയുന്നത് വേറെ ഏതോ ഭാഷയിൽ, എനിക്കൊന്ന് ജർമ്മൻ ഭാഷയോ മറ്റോ ആണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഗ്രാൻഡ് ഫാദർ എന്നാണ് അർത്ഥം. അപ്പോൾ ഗാലക്സിയുടെ ഗ്രാൻഡ് ഫാദർ, ഗാലക്സിയിൽ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, ആ ഒരു തീമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്രിലിക് പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഡാർക്ക് ഷെയ്ഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പതിയെ ലെയർ ബൈ ലെയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കളേഴ്സിനെ കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യുന്നില്ല, കാരണം അടുത്തടുത്ത ലേയേഴ്സിൽ നമുക്ക് കളർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബോധർ ചെയ്യുന്നത് ഷേപ്സ് കറക്റ്റ് ആക്കുക ആൻഡ് ഡാർക്ക് ടോൺ നല്ല ഡെപ്തിൽ ഡാർക്കായിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മേജർ ഷേപ്സാണ് നമ്മൾ പതിയെ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ആ കാലത്ത് ഞാൻ പെയിൻറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഔട്ട്ലൈൻ ഇടുന്നുണ്ടായിരുന്നില്ല. ഡയറക്റ്റായിട്ട് ബ്രഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റി അതിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. സോ ഈ ഒരു കാലഘട്ടം എൻ്റെ ആർട്ട് കരിയർ ഞാൻ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഞാൻ IT കമ്പനിയിൽ, മിൻതിരുവ എന്ന് പറയുന്ന കമ്പനിയിൽ
ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 2014 എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി ആർട്ട് മാത്രം വെച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. അപ്പോൾ എനിക്കൊരു സേഫ് സോൺ, എൻ്റെ ഫാമിലി അത്രയും റിച്ച് ഫാമിലിയൊന്നും അല്ല, അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ IT കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടെ നിന്നാണ് ഡിസൈനിങ് വർക്ക്സും എല്ലാം ഞാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ടൈമിലാണ് ഞാൻ രാവിലെ എണീറ്റ്, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം രാവിലെ ഒരു 4 മണി ടൈമിലൊക്കെ എണീറ്റിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ്. രാവിലെ 4 മണി 3 മണി ടൈമിലൊക്കെ എണീറ്റിരുന്ന് ചെയ്യുന്ന ഓർമ്മകളൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. ആൻഡ് അന്നൊരു കേടായ ഒരു ലാപ്ടോപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നല്ല വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പൊന്നും അല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ടേ ഉള്ളൂ, വേറെ എഡിറ്റൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഇതൊന്ന് ക്യാമറയിൽ നിന്ന് കോപ്പി ചെയ്ത് ഒന്ന് സ്പീഡ് കൂട്ടി ആൻഡ് ഇതിൻ്റെ ടോട്ടൽ സൈസ് നമ്മൾ കുറയ്ക്കും. കാരണം അത്രയും നെറ്റ് സ്പീഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം സൈസ് കുറച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാഴ്ച എടുത്തു. അപ്പോൾ അന്ന് എഡിറ്റിംഗ് പ്രോപ്പർലി അറിയുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റം നല്ല രീതിയിൽ വർക്ക്, സിസ്റ്റം കുറച്ചൊന്ന് റെൻഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓഫായി പോകുമായിരുന്നു. അപ്പം അന്നൊക്കെ ശരിക്കും ആ സിറ്റുവേഷനൊക്കെ ഓർമ്മിക്കുമ്പോൾ എനിക്കതൊന്നും സ്ട്രഗിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് സിറ്റുവേഷനിലായിരുന്നു. ആർട്ട് ഫീൽഡിൽ വന്നിട്ട് വലിയൊരു ഫെയിലിയർ ഉണ്ടായി. ഞാൻ ചെയ്ത അത്രയും പെയിൻറ്റിങ്സ് ഒരു എക്സിബിഷൻ വെച്ച സമയത്ത് എൻ്റേതാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്ന സമയത്ത് ഇതൊന്നും എനിക്കൊരു സ്ട്രഗിളേ അല്ല. ഐ എൻജോയ്ഡ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ പ്രോഗ്രസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇത് എൻ്റെ ഒരു സ്റ്റൈലായിരുന്നു കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടോ, ബ്രഷിൽ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട്, ഒരുപാട് തിക്കായിട്ടുള്ളതല്ല, കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ലൂസായിട്ടുള്ള വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അനദർ ബ്രഷ് വെച്ച് ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്യുമ്പോൾ ഡോട്ട് പോലെ പേപ്പറിലോട്ട് വീഴും. പിന്നെ അത് നമ്മൾ വേറൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ ഇങ്ങനെ ലൈൻസ് വരച്ച് സ്റ്റാർസ് പോലെ ആക്കി മാറ്റും. ഞാൻ ഒരുപാട് പെയിൻറ്റിങ്സിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ശൈലി പെയിൻറ്റിങ്ങിൽ കണ്ടുപിടിക്കുക, നമ്മുടേതായിട്ടുള്ള കളർ ടോൺസ് കണ്ടുപിടിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളേഴ്സായിരുന്നു ഈ ഒരു ടീല് കളർ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂവിൻ്റെ ടിൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വയലറ്റ് പേർപ്പിൾ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ്. ഇതിൻ്റെ ഒപ്പം യെല്ലോയിഷ് കളറും കൂടി വരുന്ന സമയത്ത് വേറൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടും. അത് മറ്റുള്ള വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന വീഡിയോ ആണ്. അതിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ചാനലിൽ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. വ്യൂ ഒക്കെ കിട്ടുന്നത് പിന്നീടും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എടുത്തൊരു ഡിസിഷൻ ഉണ്ട്. ഞാനൊരു എക്സിബിഷൻ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ആ എക്സിബിഷന് ഞാൻ ഫെയിലിയറായി പോയത് എൻ്റെ ആർട്ട് വർക്കുകളാണ് അത് എന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ സാധിക്കാതെ പോയത് മെയിനായിട്ടും എൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഫേസ് ചെയ്യാൻ മടിയായിരുന്നു. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നമ്മൾ വീണുപോയി ഡിപ്രഷൻ അടിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ മനസ്സിലായത്, നമ്മളങ്ങനെ വിളിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ സ്പേസ് വേറൊരാൾ ചൂസ് ചെയ്യും. നമ്മുടെ സ്കില്ല്, നമ്മുടെ ലൈഫ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വേറൊരാൾ യൂസ് ചെയ്യും. അത് റിയാലിറ്റിയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വേറൊരാൾ യൂസ് ചെയ്യും. അതതിൻ്റെ റിയാലിറ്റിയാണ്. സോ അത് ഞാൻ മനസ്സിലാക്കി. സോ ഈ ടൈമിൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. നമ്മുടെ ചാനലിൽ ഒരാൾ പോലും ഈ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്യും. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു എന്ന് ഇപ്പോഴും എനിക്ക് പ്രൗഡായിട്ട് പറയാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അന്ന് IT കമ്പനിയിൽ ജോലിയുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ജോലിക്ക് കയറുന്നത്. വർക്കൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നൈറ്റൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കാരണവും ഈ ജോലി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അന്ന് നൈറ്റ് വരെ നമ്മൾ ഇരിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്ക് കൊച്ചിയിൽ വന്ന് താമസിക്കുകയാണ്. ആ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടൈമിൽ അതിരാവിലെ എണീറ്റിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി ടൈം നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ക്യാരക്ടറിനെ പതിയെ മാറ്റി തുടങ്ങി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു വീഡിയോ എങ്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആലോചിക്കുക, ശരിക്കും ഇത് ഞാൻ വേറെ ആർക്കും കൊടുത്തൊരു കമ്മിറ്റ്മെൻ്റ് അല്ല. എനിക്കിത് തെറ്റിക്കാമായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് കൊടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് വേറെ ആരും അറിയുന്നില്ല. അന്ന് ഇത്ര വ്യൂ കാര്യങ്ങളൊന്നുമില്ല. അന്ന് മാക്സിമം പോയാൽ 1-2 വ്യൂ ആയിരിക്കും. അത് എൻ്റെ തന്നെ വ്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ട് എനിക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം കൊടുത്ത ആ ഒരു വാക്ക് തെറ്റിക്കാനായിട്ട് തോന്നിയിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കാണുന്ന
ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഇങ്ങനെ വരുന്നത്. കുറേ വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് അത്രയും നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്ത് പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആർട്ടിൽ തുടക്കക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ആർട്ട് കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ സ്കില്ല് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഏറ്റവും വലിയ സ്കില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്കില്ല് ചിലപ്പോൾ കുറവായിരിക്കും, നിങ്ങളുടെ ക്യാരക്ടർ ചിലപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടറൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അറിയുന്നുണ്ടായിരിക്കില്ല, വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കില്ല, വീഡിയോ എഡിറ്റിംഗ് അറിയുന്നുണ്ടായിരിക്കില്ല. എല്ലാവരും ഇതുപോലെ സീറോന്ന് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, എനിക്കത് തുടർച്ചയായിട്ട് ചെയ്യണമെന്നുള്ള ഒറ്റ ഡിസിഷൻ മതി നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ക്യാരക്ടർ ബെറ്റർ ആവാൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടി പോസിറ്റീവാകാൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് ഏറ്റവും വലിയ കീ പോയിന്റ് എന്ന് പറയുന്നത് ഈസ് യുവർ കൺസിസ്റ്റൻസി. എനിക്ക് ശരിക്കും ആദ്യമായിട്ട് ഞാനതൊരു മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് ക്യാമറ നോക്കി സംസാരിച്ച് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്യാമറയിൽ എൻ്റെ ഫേസ് പോലും കാണിക്കാനായിട്ട് ധൈര്യം വന്നത്. അത്രയും കോൺഫിഡൻസ് കുറവായിരുന്നു എനിക്ക്. പക്ഷേ ഓരോ ആഴ്ചയും ഓരോ വീഡിയോ ചെയ്ത് പതിയെ മുന്നോട്ട് വന്നിട്ടാണ് നമ്മുടെ ചാനൽ ഈ ഒരു ലെവലിലോട്ട് ബെറ്ററായിട്ട് മാറിയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എൻ്റെ വീഡിയോ കുറച്ച് കാണിച്ച് കോമഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നതല്ല നമ്മൾ ഇതിലൂടെ ഉദ്ദേശിച്ചത്. നമ്മൾ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആർട്ട് ഇഷ്ടപ്പെടുന്ന ആർട്ടിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ട് ലവേഴ്സിന് എവിടെയെങ്കിലും, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും ഒരു ഇൻസ്പിറേഷനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ഇൻസ്പയർഡ് INSPIRED ഇൻസ്പയർഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എത്ര പേര് ഈ വീഡിയോ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, എത്ര പേർക്ക് വീഡിയോ ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് എന്നത് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇനിയും ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എൻ്റെ റിയൽ ലൈഫിലെ സ്റ്റോറീസും അതുപോലെ തന്നെ ആ സമയത്തെ മെമ്മറീസും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.